ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BSNL FTTH എങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ കണക്ഷൻ എടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരാണോ കണക്ഷൻ തന്നിട്ടുള്ളത്, ഒരുപക്ഷെ BSNLന്റെ സ്റ്റാഫോ അല്ലെങ്കിൽ ലോക്കൽ കേബിൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ സ്റ്റാഫോ ആയിരിക്കും നിങ്ങൾക്കത് കോൺഫിഗർ ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാതാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് കോൺഫിഗർ ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ വീട്ടിലുള്ള കണക്ഷൻ ഇതാണ്, BSNLൻ്റെ കണക്ഷനാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 499 പ്ലാനാണ്. അപ്പോൾ കുറച്ച് പേര് ഇതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആളുകൾ ഒരുപാട് ചോദിച്ചൊരു കാര്യം ഇതിൻ്റെ പ്ലാനിനെ കുറിച്ചാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ 499 ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബില്ല് എത്രയാണ് വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിൻ്റെ ബില്ല് വരുന്നത് 499 പ്ലസ് 18% GST ആണ്. അപ്പോൾ ഏകദേശം 580-590 രൂപയാണ് ഒരു മാസം നമുക്ക് ഇതിൻ്റെ ബില്ല് വരിക. പിന്നെ ഇതിൽ ഞാൻ ഈ പ്ലാൻ എടുത്ത സമയത്ത് ഇതിൻ്റെ ഒരു FUP ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടിയിരുന്നത് 100 GB ആയിരുന്നു ഒരു മാസം. പക്ഷേ ഇപ്പോൾ അത് BSNL ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് 200 GB വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു 2-3 മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലിക്കാണെങ്കിൽ ആ ഒരു പ്ലാൻ വളരെ സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾ വളരെ ഹൈ ആയിട്ട് ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 777 പാക്കേജൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിങ്ങൾക്ക് പല ഓഫേഴ്സും കോംപ്ലിമെൻ്ററികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ BSNL ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നത് ഈ ഒരു കണക്ഷൻ എടുക്കുന്നതിനായിട്ട് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കണക്ഷൻ അപ്ലൈ ചെയ്ത സമയത്ത് ഇതിൻ്റെ കേബിൾ കടന്നു പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200-300 മീറ്റർ അകലെ നിന്നായിരുന്നു. പക്ഷേ അവിടുന്ന് ഇവിടെ വരേക്കും അവർ കണക്ഷൻ തന്നു. എന്നിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളത് 3500 ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം BSNL ഓഫീസിൽ വിളിച്ചപ്പം അവരുടെ ഒരു ഓഫീസറുടെ വീട്ടിൽ പോലും അവർ കൊടുത്തിട്ടുള്ളത് 3500 അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഒരു 3000 റുപ്പീസിനോ അല്ലെങ്കിൽ 3500 അവർ തരാണെങ്കിൽ അതൊരു റീസണബിൾ റേറ്റ് ആയിരിക്കും. ഒരു അണ്ടർ 4000 ആണെങ്കിലും റീസണബിൾ ആയിരിക്കും. പക്ഷേ വളരെ ഹൈ ആയിട്ട് നിങ്ങളോട് 7,000-8,000 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോഡം നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനായിട്ട് BSNL യൂസ് ചെയ്യുന്ന മോഡം എന്ന് പറഞ്ഞാൽ നെറ്റ് ലിങ്കിൻ്റെ മോഡമാണ്. ആ മോഡത്തിൻ്റെ മോഡൽ നമ്പറും അതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മോഡം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻ നൽകാനായിട്ട് നിങ്ങളുടെ ഏരിയയിൽ ആരാണോ ഈ കണക്ഷൻ നൽകുന്നത് അവരോട് ആവശ്യപ്പെടാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോഡം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നെറ്റ് ലിങ്കിൻ്റെ മോഡാണ്. നെറ്റ് ലിങ്കിൻ്റെ HG323RW എന്നാണ് ഈ മോഡത്തിൻ്റെ മോഡൽ പേര്. അപ്പോൾ മോഡത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ് ഒരുപാട് വീഡിയോയിൽ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിൽ ഒരു LAN കേബിൾ കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ FTTH കണക്ഷൻ എന്തെങ്കിലും കാരണവശാൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ടൺസ് അല്ല, ആ ബട്ടണിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു പവർ കേബിളിന് തൊട്ടടുത്തായിട്ട് ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം. അതിനുള്ളിലാണ് റീസെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ബട്ടൺ ഉള്ളത്. നമ്മളത് വല്ല പിന്നോ അല്ലെങ്കിൽ പേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം അത് പ്രസ് ചെയ്യാനായിട്ട്. അത് ബട്ടൺ ഉള്ളത് അതിൻ്റെ ഉൾവശത്താണ്. അപ്പോൾ നമ്മളിത് കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കാണിച്ച ONT യൂണിറ്റ്, അതായത് ഈ ഒരു മോഡത്തിൻ്റെ പിറകിലുള്ള റീസെറ്റ് ബട്ടൺ നിങ്ങൾ ഒരിക്കലും പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു LAN കേബിൾ, മോഡത്തിൽ നിന്നൊരു LAN കേബിൾ നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മോഡം യാതൊരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആ LAN കേബിൾ കണക്ട് ചെയ്തിട്ട് പോലും നിങ്ങളുടെ മോഡം അതിൽ ഡിറ്റക്റ്റ് ആവുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങളത് റീസെറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. റീസെറ്റ് ബട്ടൺ നിങ്ങളുടെ മോഡം തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾ LAN കേബിൾ കണക്ട് ചെയ്തിട്ട് പോലും അത് ഡിറ്റക്റ്റ് ആവുന്നില്ല എങ്കിൽ, അതായത് ആ ഒരു IP അഡ്രസ്സ് പോലും ഓപ്പൺ ആവുന്നില്ല എങ്കിൽ മാത്രം നിങ്ങളത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ഒരു LAN കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ ഒരിക്കലും അത് റീസെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ നിങ്ങൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോൺഫിഗർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ അതിന് ടെക്നീഷ്യനെ വിളിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അൺനെസസറി ആയിട്ട് ഒരിക്കലും ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ നമുക്കിത് കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിതിന് പറയുന്ന പേര് ONT എന്നാണ്. ONT എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനലാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു FTTH കണക്ഷൻ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കേബിളാണ്. ഇത് നമുക്ക് സാധാരണ വരുന്ന പോലെ തന്നെ കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിൾ വരുന്നത് ഈ ഒരു ബോക്സിലേക്കാണ്. ഈ ഒരു ബോക്സിൽ നിന്നാണ് ഈ ഒരു യെല്ലോ കേബിൾ വന്നിട്ട് ഈ ഒരു മോഡത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് 2 ഡുവൽ ബാൻഡാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ളിലുള്ള സെറ്റിങ്സ് ആണ് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അതായത് നമ്മുടെ FTTH യൂസർ ID വേണം ഇത് ചെയ്യുന്നതിനായിട്ട്. FTTH യൂസർ ID നമുക്ക് നൽകുന്നത് BSNLകാരാണ്. അപ്പോൾ അവരോട് നിങ്ങൾ ഇതിൻ്റെ FTTH യൂസർ IDയും അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള WLAN നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. നമ്മൾ LAN കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം IP അഡ്രസ്സ് കൊടുക്കണം. 192.168.1.1 എന്നുള്ളതാണ് IP അഡ്രസ്സ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോ വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡം റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യൂസർ നെയിം അഡ്മിൻ എന്നാണ്. പാസ്വേഡ് ഇവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം, അതായത് ഇവിടെ എഴുതി കാണിക്കാം. അതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊട്ട് ഏറ്റവും താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പുതുതായിട്ടൊരു കണക്ഷനാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ അതിലുള്ള ഡിലീറ്റ് എന്നുള്ള ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഡാറ്റ എറേസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം മുതൽ ആദ്യത്തെ കോളത്തിൽ ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആഡ് ന്യൂ വൺ കണക്ഷൻ എന്ന് കാണാം. അത് നമ്മൾ അങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് താഴെയുള്ളതിൽ നമ്മൾ റൂട്ട് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം IPv4 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ BSNL ആയതുകൊണ്ട് നമ്മൾ PPV എന്നുള്ള ആ ഇത് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് VLAN ID ആണ്. അത് നമ്മൾ BSNL എന്നാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം യൂസർ നെയിം കൊടുക്കണം. യൂസർ നെയിം നമ്മൾ കൊടുക്കേണ്ടത് BSNL എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു യൂസർ നെയിം കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ BSNLകാരായിട്ട് സംസാരിച്ച് അവർ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു യൂസർ നെയിമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ യൂസർ നെയിം നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് കളക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ യൂസർ നെയിം കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു. യൂസർ നെയിം കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെ നമുക്ക് വരുന്നത് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ടൈപ്പ് ചെയ്യാനില്ല. അവിടെ നമ്മൾ പാസ്വേഡ് എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. BSNLൻ്റേത് പിന്നെ ഡീഫോൾട്ടായിട്ട് യൂസർ നെയിം ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ പാസ്വേഡ് എന്ന് പറഞ്ഞത് പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളവിടെ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ യൂസർ നെയിം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡ് എന്നുള്ളിടത്ത് പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അല്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെല്ലാ സെറ്റിങ്സും ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ സേവ് ഓർ അപ്ലൈ എന്നുള്ള ആ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. നെറ്റിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് അവിടെ അപ്പെന്ന് കാണാം, അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇൻ്റർനെറ്റ് ഇതിൽ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് 20 Mbps ആണ് സ്പീഡ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും സിംഗിൾ യൂസാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പീഡ് വളരെ സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. നെറ്റും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഒന്ന് തുറന്ന് നോക്കാം. യൂട്യൂബും ഓപ്പൺ ആയി വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ലാൻഡ് ലൈൻ കണക്ഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇനി നമ്മൾ വോയിസ്, അതായത് ലാൻഡ് ലൈൻ കണക്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എടുത്ത അതേ ഫോർമാറ്റിൽ തന്നെ ആഡ് ന്യൂ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം തൊട്ട് താഴെയുള്ള ഓപ്ഷനിൽ നമ്മൾ
റൂട്ട് എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ IPv4 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ BSNL ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റിറ്റിക് എന്നല്ലാതെ അതിന് തൊട്ട് മുകളിലുള്ള DHCP എന്നുള്ള ഐക്കൺ കാണാം, അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് താഴെ VLAN ID എന്നുള്ളൊരു കോളം കാണാം. ആ ഒരു ID നമ്മൾ BSNL ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ആ VLAN ID പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രൈമറി DNSഉം സെക്കൻഡറി DNSഉം സെലക്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ DHCP അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് മുകളിൽ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കോളത്തിൽ വന്നിട്ട് വോയിസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു വോയിസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ലാൻഡ് ലൈനാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇവിടെ വോയിസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ സേവ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ റിക്വസ്റ്റ് പ്രോസസ്സിങ്ങിലാണ്. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് എന്നുള്ള ഐക്കൺ കാണാം. അതിൽ പോയതിന് ശേഷം നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന കോളത്തിൽ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ BSNL ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മളിവിടെ ആ കോളത്തിലുള്ള ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നമ്മളൊരല്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ എന്നുള്ളൊരു കോളം കാണാം. അവിടെ നമ്മൾ നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 91 വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ അവിടെ കൊടുക്കുക, അതാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ. പിന്നെ അക്കൗണ്ട് നെയിം നമ്മൾ ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം അക്കൗണ്ട് പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ട്, അവിടെ നമ്മൾ ഒരു പാസ്വേഡ് കൊടുക്കുക. കൊടുത്ത ആ ഒരു പാസ്വേഡ് നമുക്ക് BSNL പ്രൊവൈഡ് ചെയ്യുന്ന പാസ്വേഡാണ്. അത് വളരെ കെയർഫുള്ളായി കൊടുക്കേണ്ടതാണ്. അത് ഒരു 4 ഡിജിറ്റ് പാസ്വേഡ് അവർ തരും, ആ പാസ്വേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഇൻ്റർനെറ്റും വോയിസും അപ്പാണ്, രണ്ടും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത് നോക്കുമ്പോൾ നമുക്ക് ഒരു കണക്ടിവിറ്റി എറർ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ സെറ്റിങ്സിൽ മാറ്റം വരുത്താനുണ്ട്. നമ്മളിവിടെ അക്കൗണ്ട് നെയിം കൊടുത്തിട്ടില്ല. അക്കൗണ്ട് നെയിം ഉള്ളത് നമ്മൾ നമ്മുടെ അതേ നമ്പർ തന്നെ വീണ്ടും ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുക. പാസ്വേഡ് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. പാസ്വേഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമുക്ക് BSNL തന്നെ തരുന്ന പാസ്വേഡാണ്. ആ ഒരു പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് വീണ്ടും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും സേവ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് ഓൾമോസ്റ്റ് എല്ലാം വീണ്ടും ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാൻഡ് ലൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഒന്ന് നോക്കുകയാണ്. നേരത്തെ നമുക്ക് രജിസ്റ്ററിങ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും രജിസ്റ്ററിങ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം തന്നെ അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അപ്ഡേറ്റ് ആവുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് BSNL-വാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അവർ നമുക്ക് പ്രോപ്പറായിട്ട് അസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് ആയി. അപ്പോൾ നമ്മുടെ വോയിസും അതേപോലെ ഇൻ്റർനെറ്റും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് BSNL FTTH കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റും അതേപോലെ തന്നെ വോയിസും ഈസി ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ BSNL FTTHലെ ഇൻ്റർനെറ്റും വോയിസ് കോളിംഗും നമ്മളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം ഈ ഒരു ലാൻഡ് ഫോൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ ഫ്രീ ആണ്, പക്ഷേ ആ ഒരു ഡിവൈസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലാൻഡ് ഫോണായിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡ് ഫോണാണ്. നേരത്തെ നമ്മൾ ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് അത് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ലാൻഡ് ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഡയൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ FTTH കണക്ഷനിൽ നമ്മൾ ഈ ഒരു ഡയൽ പാഡ് ടൂൺ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു ടൂൺ വരികയാണെങ്കിൽ അത് എൻഗേജ്ഡ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മൾ ഡയൽ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോണിലേക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
രീതിയിലാണ്. The number you have dialed is currently busy. അപ്പം നമ്മുടെ ലാൻഡ് ഫോൺ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള FTTH കണക്ഷൻ സ്വന്തമായിട്ട് കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനാവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ BSNL ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കോൺഫിഗർ ചെയ്യാനായിട്ട് ഇരിക്കുക. BSNL FTTH കോൺഫിഗറേഷനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.